ചെയ്താൽ മതി. ഈക്വലായിട്ട് തിളച്ച വെള്ളവും പച്ചവെള്ളവും കൂട്ടി മിക്സ് ചെയ്തെടുക്കാം. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കണം, ഒരുപാട് ചൂടിൽ ഇടുകയും ചെയ്യരുത്, മാങ്ങ അങ്ങ് വാടിപ്പോകും. അപ്പൊ ഇതിട്ട് ഒരു 10 മിനിറ്റ് ഈ ചൂടുവെള്ളത്തിൽ അങ്ങ് ഇട്ട് വെക്കണം. നന്നായിട്ട് മുങ്ങിക്കിടക്കണം കേട്ടോ. ഗായ്സ്, ചിക്കൂസ് ഡൈൻ എന്ന് പറഞ്ഞ ഈ ചാനലിന്റെ വീഡിയോ കണ്ടിട്ടാണ് ഞാൻ ഇന്ന് മാങ്ങ പഴുപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ പറഞ്ഞ പോലെ ചെറു ചൂടുവെള്ളത്തിൽ 10 മിനിറ്റ് ഒക്കെ മാങ്ങ മുക്കി വെച്ചിട്ട് നല്ല കോട്ടൺ തുണി വെച്ച് തുടച്ച് പേപ്പറിൽ പൊതിഞ്ഞിട്ട് ഒരു ട്രേയിൽ ഇങ്ങനെ അടുക്കി വെച്ചാൽ മതി. അങ്ങനെ 3-4 ദിവസത്തിന് ശേഷം നമ്മുടെ മാങ്ങ പഴുത്തിട്ടുണ്ട്. കൂട്ടത്തിൽ ഏറ്റവും വലിയ മാങ്ങ തന്നെ ഞാൻ എടുത്തിട്ടുണ്ട്. അങ്ങനെ ഞാനത് ഓപ്പൺ ചെയ്ത് മുറിക്കാൻ പോവുകയാണ് ഗൈസ്. വളരെ നന്നായിട്ട് പഴുത്തിട്ടുണ്ട്. പക്ഷേ ഓവറായിട്ട് പഴുത്തോന്നൊരു ഡൗട്ട്. ഇനി നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഗൈസ്, ഞാൻ ഒറ്റയ്ക്കാണ് ഈ വീഡിയോ എടുക്കുന്നത്. അതിൻ്റെ ചെറിയൊരു പോരായ്മകളുണ്ട്. എല്ലാവരും ക്ഷമിക്കുക പ്ലീസ്. എല്ലാവരും ഇതുപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഗൈസ്. എനിക്ക് വളരെ സക്സസ്ഫുൾ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷേ മാങ്ങയുടെ ഒരു വശം ഒന്ന് ഓവറായിട്ട് പഴുത്തോണ്ടായിരിക്കാം, അല്ലെങ്കിൽ മാങ്ങയുടെ കുഴപ്പമായിരിക്കും. തറയിൽ വീണ മാങ്ങയായിരുന്നു, അതായിരിക്കും. ഇനി അടുത്തതും കൂടെ ഓപ്പൺ ചെയ്ത് നോക്കാം. അടുത്തത് നന്നായിട്ട് പഴുത്തിട്ടുണ്ട്. പക്ഷേ നമ്മുടെ പ്രോസസ്സിൻ്റെ കുഴപ്പമില്ല, മാങ്ങയുടെ കുഴപ്പമാണ്. തറയിൽ വീണ മാങ്ങയായിരുന്നു. അപ്പം എന്തായാലും സംഗതി നല്ലൊരു സംഭവമാണ്. ഒരു 3-4 ദിവസം കൊണ്ട് മാങ്ങ വേഗം പഴുത്ത് കിട്ടും. പേപ്പറോ അല്ലെങ്കിൽ കച്ചിയോ പിന്നെ എന്തെങ്കിലും ഇലകളൊക്കെ മറ്റേ ഇലയൊക്കെ വെച്ച് നമുക്കിതുപോലെ മൂടി വെച്ചാലും നല്ലതായിട്ട് പഴുക്കും.